ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ ദിവസമായി ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കാണുന്നത് പഴംപൊരി ഉണ്ടാക്കുന്നതാണ്. അത് ഞങ്ങളൊക്കെ ഉണ്ടാക്കണേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ പുറത്ത് പോയി വന്നപ്പോൾ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സാധാരണ ഉണ്ടാക്കണത് പഴംപൊരി മൈദയും മുട്ടയും കുറച്ച് ഏലക്കായപ്പൊടിയും പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കിയാണ് പൊരിക്കുക. ഇതങ്ങനെയല്ല കേട്ടോ. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ മൈദ, അരിപ്പൊടി, റവ, പിന്നെ കുറച്ച് ഉപ്പ്, പഞ്ചസാര, ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ചും കളറിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. അത് വെക്കുമ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ അതെടുത്ത് വെക്കണം. അപ്പോഴേ അത് നല്ലോണം ആ മിക്സ് അതിൽ പിടിക്കുള്ളൂ കേട്ടോ. സാധാരണ ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്ലോപ്പാവുമെന്ന് വെച്ചാൽ തീരെ മാവ് അതുമ്പോൾ പിടിക്കാറില്ല. ഇതിപ്പോൾ റവ ഒക്കെ ഇട്ടപ്പോഴാണെന്ന് തോന്നുന്നുണ്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ അത് ഞാൻ മാവൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഴം നല്ലോണം കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം കേട്ടോ. നല്ലോണം പഴുത്ത പഴമായിരിക്കണം, അതിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് ഇങ്ങനെ നമ്മൾ മാവ് മുക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇടയ്ക്ക് ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഒരു കളർ വ്യത്യാസമാണ്. അപ്പം എനിക്ക് മനസ്സിലായത് ഇതിൽ നമ്മൾ റവ കൂട്ടിയില്ല, അപ്പോൾ അതിൻ്റെ ഒരു കളർ വ്യത്യാസമാണ്. പിന്നെ കുറേ കഴിഞ്ഞ് അത് മൊരിഞ്ഞ് വന്നപ്പോൾ ശരിയായിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ബീഫും കൂട്ടി കഴിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടായത്. അപ്പോൾ ചിക്കൻ കറി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കഴിച്ചപ്പോൾ. അപ്പോൾ ഞാനും ഉമ്മയും മക്കളൊക്കെ കൂടെ അതേ കഴിക്കാനിരിക്കുകയാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഒന്നാമത് നല്ല മഴയല്ലേ, അപ്പോൾ നല്ല ചൂട്ടോട് കൂടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബായ്.